മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എൻ്റെ വായനയും എൻ്റെ പഠനവും ശരിയാണെങ്കിൽ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകനായി ജനിച്ച് ആ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ രാജാവായി കഴിയേണ്ടവനാണ്. പക്ഷേ ആ മനുഷ്യന് ഒരു 20 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ ബുദ്ധിയും ജ്ഞാനവുമൊക്കെ ദൈവത്താൽ വർദ്ധിച്ചിട്ട് തൻ്റെ കൊച്ചു രാജ്യത്തെ വലിയ രാജ്യമാക്കാൻ താൻ തീരുമാനിച്ചു. അതിനാദ്യം താൻ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, സമീപത്തെ 3 കൊച്ചു രാജ്യങ്ങളിൽ നിന്നും തൻ്റെ രാജ്യത്തു നിന്നും 4 രാജ്യങ്ങളിൽ നിന്ന് നല്ല യൗവനക്കാരായ ആ ചെറുപ്പക്കാരെ തൻ്റെ പട്ടാളത്തിലേക്ക് ചേർത്തു. പക്ഷേ ഈ സമീപത്തെ 3 രാജ്യങ്ങളിലെ പട്ടാളത്തിൽ ചേർക്കപ്പെട്ട യൗവനക്കാർക്കും തൻ്റെ രാജ്യത്തെ പട്ടാളക്കാർക്കും പറയുന്ന ഭാഷ തമ്മിൽ മനസ്സിലാകാതെ വന്നു. അതുകൊണ്ട് ഇവർ പറയുമ്പോൾ മറ്റൊന്ന് കേട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു പട്ടാളം കൂടെ വന്നപ്പോൾ താൻ ആദ്യം തീരുമാനിച്ചു ഇവർക്കെല്ലാം ഒരു ഭാഷയാക്കുക. അങ്ങനെ ഗ്രീക്ക് എന്ന മഹത്തായ ഭാഷ തൻ്റെ കീഴിലുള്ള രാജ്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ താൻ തീരുമാനിച്ചു. അത് താമസിയാതെ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കി തൻ്റെ സാമ്രാജ്യമാക്കി മാറ്റാനിടയായി തീർന്നത് ഭാഷയുടെ ഒരു വ്യാപനം കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ ചാക്കോച്ചായൻ്റെ സെൻറ്ററിൽ ഇത് പറഞ്ഞായിരുന്നു, എങ്കിലും തിരക്കിലായിരുന്നല്ലോ അവിടുത്തെ മീറ്റിംഗ്. ഞാൻ ഒത്തിരി വൈകി വന്നതുകൊണ്ട് മനുഷ്യൻ്റെ പണി പൊളിച്ചത് ഭാഷ കലക്കിക്കൊണ്ട. ഏത് മിടുക്കൻ്റെ പണിയും ഭാഷ കലങ്ങിയാൽ പൊളി. ഭാര്യ പറയുന്നത് ഭർത്താവിനും ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും മനസ്സിലായില്ലേ, കുടുംബം പൊളി. അപ്പനും അമ്മയും പറയുന്നത് പിള്ളേർക്കും പിള്ളേർ പറഞ്ഞ അപ്പനും അമ്മയ്ക്കും മനസ്സിലായില്ലെങ്കിൽ തറവാട് പൊളി. കമ്മിറ്റി പറയുന്നത് പാസ്റ്റർക്കും പാസ്റ്റർ പറഞ്ഞ കമ്മിറ്റിക്കും മനസ്സിലായില്ലെങ്കിൽ സഭ പൊളി. പ്രൈസ് ദി ലോർഡ്. ഭാഷ കലങ്ങിയാൽ എല്ലാ പണികളും പൊളി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പൊളിഞ്ഞ ലോകത്തിൽ യേശു പറഞ്ഞു, ഞാൻ പണി. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. യേശു തൻ്റെ പണി തുടങ്ങിയത് ഭാഷ തന്നോണ്ടാണ്. ഭാഷ പൊളിച്ചാണ് പണി കലക്കിയതെങ്കിൽ ഭാഷ തന്നാണ് സഭയുടെ പണി തുടങ്ങി. നല്ല ഹല്ലേലൂയ പറയണം. നമ്മുടെ പിതാക്കന്മാർക്ക് അത് ബോധ്യപ്പെട്ടു. ഒരു 100 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന നമ്മളിന്ന് 101, 102 ഒക്കെ മത്സരിച്ച് നടക്കുമ്പോൾ അന്നുള്ള നമ്മുടെ പിതാക്കന്മാർക്ക് ഭാഷ മനസ്സിലായി. അവരാ ഭാഷയിൽ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് ചെറിയ പുൽപ്പായും ഓലശെട്ടും ഒക്കെ മാറി ഇന്നത്തെ ഈ സംവിധാനമൊക്കെ ഉള്ള വലിയ പ്രസ്ഥാനമായിട്ട് നമ്മൾ വളർന്നത് ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പം നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടി അതിൻ്റെ ക്ലൈമാക്സിലെത്തി അവരുടെ റിതം പാടും ഡ്രം സെറ്റും എല്ലാം കൂടെ മുറുകുമ്പോൾ ഒടുവിൽ പറയുന്ന 2 ഭാഷയാണ് അന്യഭാഷയെന്നൊരു ധാരണ നമുക്കായിപ്പോയി. അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമായിട്ട് വന്നേക്കുക. ഇടയ്ക്കൊക്കെ വന്നു കയറിയ ഉപദേശിമാരോ പ്രവാചകന്മാരോ ഒക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന ഭാഷ ഇവിടെ ഇല്ലാതെയാക്കി. അതാ സത്യം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അങ്ങ് അകലെ പെന്തക്കോസ്ത് പെരുന്നാളിന് വന്ന 12 ഗോത്രത്തിലെ 10,000 ആളുകൾ അവിടെ വന്ന പെരുന്നാളിൽ സന്തോഷിക്കാൻ 7 പെരുന്നാൾ കൊടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിന് വന്ന ഒരു പെരുന്നാൾ ആസ്വദിക്കണം. അതിനുവേണ്ടി അവർ ഇപ്പം ഈ കേൾക്കുന്ന പോലെ വെടിക്കെട്ട്, ആന, അമ്പാരി, എഴുന്നള്ളത്തെ, അൽക്കട്ടക്കുട, ആ വാഴയുടെ പള്ളിയിലെ അപ്പം തൊട്ടുള്ള സകല അപ്പങ്ങൾ. ഹലോ, പ്രൈസ് ദി ലോർഡ്.
ഉരുളികമത്തെ, എഴുന്നള്ളത്തെ, റാസ എല്ലാം വെച്ചു. അപ്പുറത്ത് നാടകം, ഇപ്പുറത്ത് കഥാപ്രസംഗം, അവിടെ ബാല, ഇവിടെ ഗാനമേള എല്ലാം നടത്തി. ഇങ്ങനെ ആളുകളെ പോകാതെ നിർത്തിയിരിക്കുക. എന്നേരമാണ് കുറച്ചകലൊരു കൊച്ചു വീടിൻ്റെ മുകളത്തെ നിലയിൽ ഒരു 120 പാവങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഭാഷ വെളിപ്പെട്ടു. ഭാഷ വെളിപ്പെട്ടപ്പോൾ ഈ പെരുന്നാളിന് വന്ന മുഴുവൻ പേരും ഇവിടെ വന്നു. പത്രോസിൻ്റെ പ്രസംഗം കേട്ടല്ല വന്നേ. പി സി ചെറിയാനോ, വി മോനച്ചനോ, അനീഷ് തോമസോ ഒന്നും പ്രസംഗിക്കുന്നേ കേട്ടല്ല ജനം കൂടിയത്. ജനം കൂടിയത് ഭാഷ കേട്ട. നല്ല സ്തോത്രം പറയണം. ജനം മുഴുവൻ കൂടി വന്നത് ജനത്തിന്റെ ഇടയിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഭാഷ കേട്ടപ്പോൾ ആ പെരുന്നാളി വന്ന മുഴുവൻ പേര് ഓടി ഇവിടെ വന്നു. നല്ല ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരോട് പത്രോസ് എഴുന്നേറ്റ് അല്പസമയം അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ ഉടനെ അവർ ആരാധിച്ചു. പോരാ പോരാ, ഒന്നുകൂടെ ശക്തിയായിട്ട് ആരാധിച്ചാട്ടെ എന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. പത്രോസിന്റെ മീറ്റർ ഗെയിനകത്ത് അളന്നല്ലായിരുന്നു അവരെ ആരാധിച്ച്. ആത്മാവിറങ്ങിയപ്പോൾ അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചത് കേട്ടപ്പോൾ അവിടെ കൂടിയ പെരുന്നാളുകാരെല്ലാം ഇവിടെ വന്നു. ഇന്ന് രാത്രിയിലും പെരുന്നാളുകാർ ഇവിടെ വരണം. പെരുന്നാളുകാർ വരണമെങ്കിൽ നിനക്ക് ലഭിച്ച അഭിഷേകത്തിൽ നീ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണം. സന്തോഷമുണ്ടെങ്കിൽ മാത്രം ആ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ പരമാർത്ഥം ആരാധിച്ച് ഭാഷ വെളിപ്പെട്ടാൽ ഇന്ന് രാത്രി ദേശത്തിന്റെ എല്ലാ അന്യാരാധന ബന്ധനങ്ങൾ വഴിയും ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. അവിടെ കൂടി വന്നത് 3000 പേരാന്ന് ആരും തെറ്റിദ്ധരിക്കല്ല ദയവ് ചെയ്ത്. അവിടെ 10,000 കണക്കിന് ആളുകൾ വന്നു. സ്നാനപ്പെട്ടത് 3000 പേരേ ഉള്ളൂ. ഒരല്ലേ പറഞ്ഞേ. ഇന്ന് രാത്രി എത്ര പേര് കൂടി വന്നാലും ലിസ്റ്റിൽ സ്നാനപ്പെട്ടവരുടെ എണ്ണമേ കാണത്തുള്ളൂ. ആ എണ്ണത്തിൽപ്പെട്ടവരെല്ലാം കൂടെ കൈ ഉയർത്തി അല്ലേ പറഞ്ഞേ. ഇല്ലാത്തവര് നാളെ രാവിലെ സ്നാനപ്പെട്ട് കർത്തൃമേശ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരെല്ലാം കൂടെ ഓടി വന്നപ്പോൾ ഇവിടെ 120 പേരും കൂടെ ആരാധിച്ചവരുടെ എല്ലാം മുഖത്ത് ഭയങ്കര സന്തോഷം. നമ്മുടെ കൂട്ട് കരിവാളിച്ച മുഖവുമായിട്ട് ആരുമില്ലായിരുന്നു. സ്തോത്രം പറഞ്ഞു. ഭയങ്കര സന്തോഷം ആരാധിച്ചവരുടെ മുഖത്ത്. അപ്പൊ ഈ വന്നോര് ചോദിച്ചു, ഈ 3-ാം മണി നേരത്ത് നല്ല വീഞ്ഞു കുടിച്ച് മത്തരായവരെ പോലെ മുഖത്ത് ഇത്രയും സന്തോഷം വന്ന ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ എന്നോ ചെയ്യണം. വെടിക്കെട്ട് കണ്ടു, അൽക്കട്ടക്കുട കണ്ടു, അംബാനി കണ്ടു, ആനയെ കണ്ടു, എഴുന്നള്ളത്ത് കണ്ടു, ബാല കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷെ നിങ്ങളിതൊന്നും കണ്ടില്ലെങ്കിലും സന്തോഷമുണ്ടല്ലോ. അന്നത്തെ ബെന്തിക്കോസുകാരുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. ഈ രാത്രി സന്തോഷമുള്ളവരൊക്കെ സ്തോത്രം പറഞ്ഞേ. ആത്മാവിറങ്ങിയാൽ മുഖത്തിന്റെ കെട്ടഴി. ഇന്ന് രാത്രി ആത്മാവിറങ്ങിയാൽ ആത്മാവിന്റെ വ്യാപാരം വെളിപ്പെടുന്നിടത്ത് മുഖത്തൊരു സന്തോഷം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പത്രോസ് പ്രസംഗിക്കാൻ വേണ്ടി വന്നതേ അല്ല. ഇവര് ചോദിച്ചു, ഈ സന്തോഷം കിട്ടാൻ ഞങ്ങള് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ സംശയ നിവാരണത്തിന് വേണ്ടി 11 പേരുടെ കൂടെ എഴുന്നേറ്റ് പത്രോസ് സംസാരിച്ചെന്നേ ഉള്ളൂ. ഒരല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവിറങ്ങിക്കഴിഞ്ഞുള്ള പ്രസംഗം ഒത്തിരി നേരം വേണ്ട. 9 വരെ ഒന്നും വേണ്ട. മിണ്ടുന്നില്ല. ആത്മാവിറങ്ങിയിലെ 10:30 വരെ പ്രസംഗിച്ചാലും വലിയ കാര്യമൊന്നും. ഞാൻ ഇതിനകത്ത് 40 പോയിന്റ് പറഞ്ഞ് എൻ്റെ പിന്നാലെ പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ബാക്കി 3 പോയിന്റ് ഇട്ട് പ്രാർത്ഥിച്ചാലും കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ആത്മാവിറങ്ങിയാൽ ഈ രാത്രി ദേശത്തിൻ്റെ കെട്ടഴി. തൃശ്ശൂർ ജില്ലയെ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ
ഇത്രയും പേര് ഈ രാത്രി ആരാധിച്ചാൽ, സന്തോഷമുള്ളവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ഓ, ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ 96-100 വയസ്സൊക്കെ ആയപ്പോഴത്തേന് യോഹന്നാൻ എന്ന ശേഷിക്കുന്ന രക്തസാക്ഷിയാകാത്ത അപ്പോസ്തലനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തണമെന്ന് കർത്താവിന് തോന്നി. അതുവരെ അവരുടെ പ്രസംഗ വിഷയം മുഴുവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. പൗലോസ് പറഞ്ഞു, എനിക്ക് അരാമ്യ ഭാഷ അറിയാം, ഗ്രീക്ക് ഭാഷ അറിയാം, എബ്രായ ഭാഷ അറിയാം, എഴുതാൻ അറിയാം, വരമൊഴിയുണ്ട്, വാമൊഴിയുണ്ട്, രോഗശാന്തി വരമുണ്ട്, ഭൂതശാന്തി വരമുണ്ട്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ അറിയാം. എങ്കിലും ഇതൊന്നും അറിയാത്തവനായി. ഇതെല്ലാം എനിക്കറിയാമെങ്കിലും ഒന്നും അറിയാത്തവനായി. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ! ആ പൗലോസിന് ലോകത്തിൽ ഒന്നിനെയും ഭയമില്ലായിരുന്നു. സ്വത്രം പറഞ്ഞേ. കാരാഗ്രഹത്തെ ഭയമില്ല, ചങ്ങലയെ ഭയമില്ല, പ്രാണനെ വിലയേറിയതായി എണ്ണിട്ടില്ല. രാജാവിനെ കണ്ടാൽ രാജാവിനോട് സുവിശേഷം പറയും, മഹാപുരോഹിതനെ കണ്ടാൽ മഹാപുരോനോട് സുവിശേഷം പറയും, അന്നത്തെ ചക്രവർത്തിയെ കണ്ടാൽ കൈസറോട് സുവിശേഷം പറയാൻ ഭയമില്ലാത്ത മനുഷ്യൻ. ആകെ ഭയപ്പെട്ടത് ഒറ്റ കാര്യത്തിനാണ്. തൻ്റെ ജീവിതത്തിൽ ഒറ്റ കാര്യത്തിനെ ഭയപ്പെട്ടുള്ളൂ. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പൗലോസ് ലോകത്തിൽ ഭയപ്പെട്ട ഒറ്റ കാര്യം നമ്മൾ തെറ്റിപ്പോമോ എന്നുള്ളതാണ്. ഹല്ലേലൂയ! ഈ രാത്രി തൻ്റെ അടുത്തോടെ പൗലോസോട് പറയാൻ കഴിയും, പൗലോസേ, ഒന്നും വിഷമിക്കണ്ട, ഞങ്ങൾ തെറ്റിപ്പോകത്തില്ല എന്ന് ഉറപ്പുള്ളവരൊക്കെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ! അപ്പൊ ഇങ്ങനെ ക്രൂശിനെ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാനെ മറ്റൊരു തലത്തിൽ നടത്താൻ ദൈവം തീരുമാനിച്ചിട്ട് ആ രാജ്യം ഭരിക്കുന്ന രാജാവിനെ കൊണ്ട് നാട് കടത്തി പത്മോസ് എന്ന ദ്വീപിൽ കൊണ്ടിട്ടപ്പോൾ യോഹന്നാന്റെ മുഴുവൻ ചിന്താഗതികൾക്കപ്പുറത്തായി മറ്റൊരു യേശുവിനെ കണ്ടു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. താൻ ഇതുവരെ 96 വർഷം അറിഞ്ഞ യേശുവല്ല, മഹത്വപൂർണനായ ഒരു യേശു. ഈ രാത്രിയിൽ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് മഹത്വപൂർണനായ യേശുവാണെന്ന് വിശ്വസിക്കുന്നവര് ഈ രാത്രി ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ! ആ തേജസ് ഒന്ന് കണ്ട് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. സെബദി മക്കളായ യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മയും യേശുവിന്റെ അമ്മ കന്യകാമറിയവും രക്തബന്ധം കൊണ്ടോ കുടുംബ ബന്ധം കൊണ്ടോ ഒക്കെ ഏറ്റവും അടുത്ത ആളുകളാണ്. ആ നിലയിൽ യേശുവിന്റെ ബാല്യം മുതൽ അറിയാവുന്ന ഒരാളാണ് യോഹന്നാൻ. യേശുവിന്റെ 30 വയസ്സുള്ള വരെയുള്ള രൂപമറിയാം, യോർദാനിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞുള്ള രൂപമറിയാം, മറുരൂപമലയിലെ രൂപമറിയാം, പ്രൈസ് ദി ലോർഡ്, ക്രൂശിൽ കടന്നുള്ള രൂപമറിയാം. ഓ ഹല്ലേലൂയ! ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അറിയാം, സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ അറിയാം.
ഈ അറിവുകളെല്ലാം യോഹന്നാന്റെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നെങ്കിലും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു യേശുവിനെ പത്മോസിൽ വെച്ച് കണ്ടു. മുടി ഹിമത്തേക്കാൾ വെണ്മ, മുഖം സൂര്യനേക്കാൾ ശോഭ, മാറത്ത് പൊൻകച്ച, കാല് ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാല്, നിലയങ്കി ധരിച്ച് നിലവിളക്കിന്റെ നടുവിൽ ഹല്ലേലൂയ 7 പൊൻ നക്ഷത്രങ്ങൾ കയ്യിൽ വഹിച്ച് കണ്ണഗ്നിജാല പോലെയുള്ള മഹത്വപൂർണനായ യേശുവിനെ യോഹന്നാൻ കണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കാഴ്ചപ്പാടുകൾ മാറിയിട്ട് യേശുവിന്റെ മഹത്വം ഈ പന്തൽ ഇറങ്ങി വെളിപ്പെടുവാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ചാൽ മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിളപ്പിച്ച് എണ്ണ മുക്കിയിട്ട് ആ മനുഷ്യൻ മരിച്ചില്ല. വിഷം കലക്കി കൊടുത്തിട്ട് ആ മനുഷ്യൻ മരിച്ചില്ല. പക്ഷേ മഹത്വപൂർണനായ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലായിപ്പോയി. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി ലോകത്തിന്റെ ഭീഷണി കേട്ടല്ല നീ ഭയപ്പെടേണ്ടത്. തേജസ്സുള്ളവനായ യേശുവിന്റെ മഹത്വം കണ്ടു വേണം നീ ദൈവത്തെ ഭയപ്പെടുവാൻ. ഈ രാത്രി അവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവന്റെ സ്പർശനമേറ്റാൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരികയാ, നിന്റെ തലമുറകളുടെ സ്ഥിതിക്ക് മാറ്റം വരികയാ, നിന്റെ മിനിസ്ട്രി ഈ രാത്രി മാറുകയാ. ഈ രാത്രി മഹത്വം. ഹല്ലേലൂയ. മരിച്ചവരെ പോലെ വീണ യോഹന്നാനെ പതുക്കെ തട്ടി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടണ്ട. എടാ മോനെ, ഞാൻ മരിച്ചവനായിരുന്നടാ, ഞാൻ മരിച്ചവനായിരുന്നു. പക്ഷേ എന്നേക്കും, സ്തോത്രം പറഞ്ഞ്, ഇന്ന് രാത്രി പ്രസംഗത്തിന്റെ ശക്തി, ആരാധന ശക്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശു. ഒരു സ്തോത്രം പറയണം. ഉലകത്തിൽ നമ്മുടെ കർത്താവല്ലാതെ മറ്റാർക്കും അത് പറയാൻ കഴിയത്തില്ല. അവൻ എന്നേക്കും ജീവിച്ചിരിക്കുക. 2, എടാ മോനെ, മരണത്തിന്റെ താക്കോലും പാതാളത്തിന്റെ താക്കോലും എൻ്റെ കയ്യിലാ. കൈസറുടെ കയ്യിലല്ല, നീറോയുടെ കയ്യിലല്ല, പീലാത്തോസിന്റെ കയ്യിലല്ല, ഹേരോദാവിന്റെ കയ്യിലല്ല, എന്റെ കയ്യിലാണ് താക്കോൽ. ഈ രാത്രി നിന്റെ സമസ്ത വിഷയങ്ങളുടെയും താക്കോൽ അവന്റെ കയ്യിലാ. നിന്റെ തലമുറയുടെ അടയപ്പെട്ട വാതിലിന്റെ താക്കോൽ അവന്റെ കയ്യിലാ. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. വിശ്വസിക്കുന്നവന് മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. താക്കോൽ അവന്റെ കയ്യില്. ഹല്ലേലൂയ. നോക്കി, ഇതുവരെയുള്ള ചിന്താഗതിക്ക് മൊത്തത്തിൽ മാറ്റം വരികയാണ്. 1-ാം അധ്യായത്തിൽ മഹത്വപൂർണനായ യേശുവിനെ കണ്ടു. 2-ഉം 3-ഉം അധ്യായത്തിൽ മഹത്വപൂർണനായ യേശുവിന്റെ ചൊരിയപ്പെട്ട രക്തത്താൽ വീണ്ടെടുത്ത സഭയെ കണ്ടു. യേശുവിനെ കണ്ടിട്ട് സഭയെ കാണാവൂ. സഭയല്ല വലുത്, സഭയ്ക്ക് വേണ്ടി ചോര കൊടുത്ത യേശുവാ വലുത്. നല്ല സ്തോത്രം പറയണം. നീ ഇന്ന് രാത്രി സഭയ്ക്ക് വേണ്ടി ചാകാൻ നടക്കല്ലേ. പലരും സഭയ്ക്ക് വേണ്ടി ചാകാൻ നടക്കുക. സഭയല്ല വലുത്, യേശു ഉള്ളത് കൊണ്ടാ സഭയുള്ളത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ തേജോമയനായ മഹത്വപൂർണനായ യേശുവിനെ കണ്ടെങ്കിൽ 2-ഉം 3-ഉം അധ്യായത്തിൽ യേശുവിന്റെ സഭയെ കണ്ടു. ഹല്ലേലൂയ. 4-ഉം 5-ഉം അധ്യായത്തിൽ സഭയുടെ സ്വർഗീയ ആരാധന കണ്ടു. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി സഭയെ കണ്ടവൻ സഭയുടെ ആരാധന കാണണം. ആരാധന എങ്ങനെയാണ്? ഹല്ലേലൂയ. ഈ മർക്കോസിന്റെ മാളിയൂരിൽ ആത്മാവിനെ 10 ദിവസം കൊണ്ട് വരണേ 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 എന്ന് പറഞ്ഞ് വിളിച്ചിറക്കുമായിരുന്നു. നമ്മുടെ ആളുകൾ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുക വരാൻ. പക്ഷെ യോഹന്നാനെ വിളിച്ച് കയറ്റുമായിരുന്നു.
യോഹന്നാനെ ആരാധന കാണാൻ കേറി വാടാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അനന്തരം തുറന്നിരിക്കുന്ന സ്വർഗത്തിൽ യോഹന്നാനെ പിടിച്ച് ആത്മാവ് കയറ്റിയെങ്കിൽ നിന്റെ ശുശ്രൂഷയുടെയും ആരാധനയുടെയും തലങ്ങൾ ഈ രാത്രി മാറിയിട്ട് ഉയർന്നിരിക്കുന്ന ഒരാരാധന മണ്ഡലത്തെ കാണുവാൻ വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി ടോട്ടലി നമുക്കൊരു ചേഞ്ച് ആവശ്യമോ? ഹല്ലേലൂയ. 6-7 അധ്യായത്തിൽ തേജോമയനായ മഹത്വപൂർണനായ ക്രിസ്തുവിനെതിരെ, ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരെ, സ്വർഗീയ ആരാധനക്കെതിരെ നിൽക്കുന്ന എതിർ ക്രിസ്തുവിനെ കണ്ടു. ആരാധിക്കുന്ന മുഴുവൻ പേരും അതുകൂടെ കാണണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ തമ്പുരാൻ കൊണ്ടുപോയിട്ട് ആരാധനക്കെതിരെ നിൽക്കുന്ന എതിർ ക്രിസ്തുവിനെ കണ്ടു. 8 മുതൽ 18 വരെ ഇനി മേലാൽ സംഭവിപ്പാനുള്ളത് കാണിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. 19-20 അധ്യായത്തിൽ സഭ മണവാട്ടിയാകുന്നത് കണ്ടു. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. ഇന്ന് രാത്രി ഇവിടെ വന്ന മുഴുവൻ പേരും മണവാട്ടിയായിട്ട് ഈ ഗേറ്റ് കടന്നു പോകാവുള്ളൂ. ഹല്ലേലൂയ. 8 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ സഭ, ഹല്ലേലൂയ, 19-20 അധ്യായങ്ങൾ മണവാട്ടി സഭയെ കണ്ടെങ്കിൽ 21-22 അധ്യായങ്ങൾ സഭയുടെ നിത്യത കണ്ടു. നല്ല സ്തോത്രം പറയണം. ഇന്ന് രാത്രി അന്നൊക്കെ പാടുന്ന പാട്ട് ഇന്നത്തെ പാടുന്നില്ല. പറന്നിടുമേ ഞാൻ, മറന്നിടുമേ എൻ്റെ മഞ്ഞിലേക്ക് ഇഷ്ടങ്ങളാകിലവും ഒരു ദിനത്തിൽ എന്നൊക്കെയായിരുന്നു പാടുന്നേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പിന്നെ അങ്ങോട്ട് ആരാധന മുറുകുമ്പോഴേ കാകളനാദം വാനിൽ മുഴങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടായിരുന്നു. അതെല്ലാം മാറി. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. നിത്യത പോയി, നിത്യത മറന്നു, ലക്ഷ്യം മറന്നു. സഭ മറ്റെന്തിനൊക്കെ വേണ്ടി വെപ്രാളം പിടിക്കുകയാണ്. ലഭിച്ച എന്തൊക്കെയോ ഉറപ്പിക്കാനും ഉറച്ചത് കയ്യിൽ നിന്ന് പോകാതിരിക്കാനും ഒക്കെ വെപ്രാളം പിടിച്ച് എന്തിൻ്റെയൊക്കെയോ പുറകെ വഴക്കും കേസും ഒക്കെ ആയിട്ട് നടക്കുകയാ. ഇന്ന് രാത്രി നിത്യത വിട്ട് ഒരു കളിയും എനിക്ക് വേണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ചൈതന്യമുള്ള ആരാധന, ചൈതന്യമുള്ള ആരാധന. നിന്റെ മുഖത്തെ മ്ലാനതകൾ എല്ലാം ഈ രാത്രി മാറണം. ശത്രു വരുത്തിയ കേടുകൾ ഈ രാത്രി മാറണം. എല്ലാ ഭയങ്ങളും ഈ രാത്രി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനേറെ പറയുന്നു, മരണത്തിന്റെ നിലവറയെ യോഹന്നാൻ വെളിപ്പാടിന്റെ കലവറയാക്കി. സ്തോത്രം. എല്ലാരും പറഞ്ഞില്ല. ചാകാനും കൊല്ലാനും കൊണ്ടിട്ടവനാ. പക്ഷെ വെളിപ്പാടിന്റെ തലം മാറിയപ്പോൾ, മഹത്വപൂർണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ മരണത്തിന്റെ നിലവറയെ ഒരു നിമിഷം കൊണ്ട് വെളിപ്പാടുകളുടെ കലവറയാക്കിയെങ്കിൽ ഈ കൺവെൻഷനിൽ നിന്റെ വെളിപ്പാടുകളുടെ തലം മാറണം. ഏറ്റെടുക്കുന്നവര് മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. മരണത്തിന്റെ കലവറയെ വെളിപ്പാടുകളുടെ നിലവറയാക്കി മാറ്റാൻ അന്നത്തെ ആരാധനയ്ക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. അന്ന് അപ്പച്ചന്മാർ എഴുതി വെച്ചു, ലക്ഷ്യം അതാണ്, എൻ ആശയം അതാണ്. ബാക്കി എങ്ങനെ? എന്റെ ജീവനാഥനെ ഞാൻ എന്ന് കാണും. ഒരല്ലിയ പറഞ്ഞേ. അന്ന് കൊച്ചെന്ന് അയർലൻഡിൽ പോകുമെന്നുള്ള അല്ലായിരുന്നു വിഷയം. ന്യൂസിലൻഡ് വിസ എന്ന് കിട്ടുമെന്നല്ലായിരുന്നു വിഷയം. ഹലോ, അന്നത്തെ വിഷയം മുഴുവൻ എന്റെ ആശയം അതാണ്. എന്റെ ജീവനാഥനെ ഞാൻ എന്ന് കാണുമോ? ഇന്ന് രാത്രി നിന്നോട് തന്നെ ഒന്ന് സംസാരിച്ചേ. നിന്റെ പ്രതീക്ഷകളെല്ലാം ഒന്ന് മാറിയിട്ട് ഈ രാത്രി പ്രത്യാശ ഒന്ന് വർദ്ധിക്കട്ടെ. അല്ലെങ്കിൽ താൽക്കാലികമായ ജഡത്തിന്റെ ചിന്തകളും ജഡത്തിന്റെ ധാരണയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ രാത്രി ദൈവത്തിന്റെ തേജസ് കാണാൻ കൊതിക്കുന്നവര്
വായിച്ച വാക്യത്തിലേക്ക് ഞാൻ ഓടി വരികയാണ്. കർത്താവിന്റെ ബഹുമാന്യദാസന് ആ സംഖ്യാപുസ്തകം ഒന്നുകൂടെ വായിക്കും. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കേണ്ട, ഇവിടെ വായിച്ച് കേൾക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരു കുഴപ്പം, കുനിഞ്ഞിരുന്നാൽ വായിക്കാൻ അങ്ങനെ അറിയാതെ മയങ്ങിപ്പോവും. അവിടെ നിങ്ങളെ ഉറങ്ങിയാൽ ഇവിടെ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് ആരും ഉറങ്ങല്ലേ, ഇത് ശ്രദ്ധിച്ച് പുസ്തകം മടക്കിക്കോ. ഈ ദൈവദാസൻ നല്ല സ്ഫുടമായിട്ടാണ് ഇത് വായിക്കുന്നത്. ഒന്നുകൂടെ വായിക്കുക സംഖ്യാപുസ്തകം. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. കൃപ ജ്വലിച്ചെന്നല്ലേ, തെറ്റിദ്ധരിക്കല്ലേ. നമുക്ക് ആ കൃപയുള്ള യേശുവിനെ അറിയാം, മഹോദയയും ദീർഘക്ഷമയുള്ള യേശുവിനെ അറിയാം. ഹലോ, മനസ്സലിവുള്ള യേശുവിനെ അറിയാം. എൻ്റെ കർത്താവിന് മറ്റൊരു സ്വഭാവം കൂടെ ഉണ്ടെന്ന് 2025 തിരിച്ചറിയണം. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അടുത്ത വാക്യം, അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത്. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത്. കെനേസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും കെനേസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സു മുതൽ മേലോട്ട് ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആബിബ് മാസം 10-ാം തീയതി ഊനമില്ലാതെ വീടൊന്നിന് മാറ്റിക്കെട്ടിയ ഒരു കുഞ്ഞാട്. സ്തോത്രം. 4 ദിവസം മാറ്റിക്കെട്ടിയ കുഞ്ഞാടിനെ ആബിബ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുത്തു. അതിൻ്റെ രക്തം ഒരു വെള്ളിത്താലത്തിൽ എടുത്തു. ഉടല് കണ്ണമായി ഞുറുക്കി വീടിൻ്റെ നടുക്ക് വെച്ച് ചുട്ടു. കയ്പ് ചീരയോടുകൂടെ പ്രായമുള്ള അപ്പച്ചൻ തൊട്ട് പ്രായം കുറഞ്ഞ കുഞ്ഞു വരെ അവരുടെ കഴിവ് പോലെ തിന്നു. വാതിലടച്ച് ഈ ശുശ്രൂഷ അകത്ത് നടക്കുമ്പോൾ പുറത്ത് സംഹാരകൻ ഇറങ്ങി. കുഞ്ഞാടിൻ്റെ രക്തത്തളി ആചരിക്കാത്ത മുഴുവൻ വീട്ടിൽ സംഹാരകൻ കയറി. എല്ലാ വീട്ടിലെ എല്ലാത്തിൻ്റെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചു. കൂട്ട നിലവിളി ദേശത്തുയർന്നപ്പോൾ ഇസ്രായേലിലെ കൂടാരങ്ങളിൽ ആരാധന ഉയർന്നു. ആരാധനയുടെ മാധ്യമം അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. പുറത്ത് രക്തത്തളിയും അകത്ത് കുഞ്ഞാടിൻ്റെ മാംസവും. ഒരു സ്വോത്രം പറയണം. ആ രാത്രി വരെ തടഞ്ഞു വെച്ച മുഴുവൻ നന്മയും 400 വർഷമോ 430 വർഷമോ എത്രയാകട്ടെ, അതുവരെ പറവോൻ തടഞ്ഞ മുഴുവൻ നന്മയും കുഞ്ഞാടറുക്കപ്പെട്ട ഒറ്റ രാത്രി കൊണ്ട് ഇവരുടെ കൈ കിട്ടി. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസമകത്തും രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും ഉണ്ടെങ്കിൽ തടയപ്പെട്ടതെല്ലാം നിന്റെ കൂടാരത്തിൽ വരും. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. വർഷങ്ങളോ മാസങ്ങളോ ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച മുഴുവൻ നന്മയും നിന്റെ കയ്യിൽ വരാൻ കൂടാരത്തിൽ ആരാധന വെളിപ്പെട്ടാൽ മതി. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ കരമടിച്ചൊന്ന് ആരാധിച്ചേ. ആ രാത്രിയിൽ ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് പട്ടിണി പാവങ്ങളായ ചിറ്റുള്ളി, ചീര, പടവലങ്ങ അടി, ചാട്ടവാറിൻ്റെ അടി കിട്ടി. 5 പൈസ കാശായിട്ട് കാണാൻ ഒത്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ, വെല്ലോൻ്റെയും വീട്ടിൽ ഇറച്ചി വെക്കുന്ന കലം കണ്ട് കൊതിവെച്ച പ്രിയപ്പെട്ടവർ, ആ രാത്രി മൾട്ടി മില്യനേഴ്സായി ബഹുസമ്പന്നരായി പുറപ്പെട്ടു. സ്തോത്രം.
പുറപ്പെടുന്ന വഴിയിൽ ചെങ്കടലുണ്ടെന്ന് ദൈവം പറഞ്ഞില്ല. ഒരല്ലിയെ പറഞ്ഞേ. അക്കരെ കയറിയാൽ കയ്പുള്ള വെള്ളമുണ്ടെന്ന് ദൈവം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വിശക്കുമ്പോൾ മന്ന പൊഴിച്ചു കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞില്ല. ഹല്ലേലൂയ. മോനെ, ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം പോകുന്നുണ്ട് ഈ സ്റ്റേജിൽ. മക്കളെ ഇവിടെയാണല്ലോ അല്ലേ? ഓക്കെ. ഫീഡ്ബാക്ക് പോകുന്നുണ്ട്. അവിടുത്തെ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ഏറ്റവും പുറകിൽ കേൾക്കാമല്ലോ. ഒരല്ലേലിയെ പറഞ്ഞ്. യോഗം കഴിഞ്ഞ് പലരും എന്നോട് പറയും പുറകിൽ കേട്ടില്ലെന്ന്. അത് പറയാതിരിക്കാൻ ആദ്യം ചോദിച്ച്. പുറകിൽ കൂടെ കേൾക്കേണ്ട കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഒരല്ലേലിയെ പറഞ്ഞാൽ മന്ന കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞില്ല. കാറ്റത്ത് കാടയുടെ ഇറച്ചി കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞില്ല. പാറയിലെ വെള്ളം കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞില്ല. ചെരുപ്പ് പഴകത്തില്ലെന്ന് ദൈവം പറഞ്ഞില്ല. വസ്ത്രം പഴകത്തില്ലെന്ന് ദൈവം പറഞ്ഞില്ല. ഒരല്ലേ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. വഴിയിൽ മരുഭൂമിയിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടണമെന്ന് പറഞ്ഞില്ല. പെരുമ്പാമ്പിനെയും തേളുകളെയും മെതിക്കണമെന്ന് പറഞ്ഞില്ല. ഇതുവെല്ലാം പറഞ്ഞാൽ ആരിലും ഇറങ്ങുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നും പറയാതെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ വീണ്ടെടുത്ത് പുറപ്പെട്ടു. പുറപ്പെടുമ്പോൾ ദൈവം പറഞ്ഞു, മോശേ, ജനവും ചോദിക്കും ഫറവോനും ചോദിക്കും, എന്തിനാണ് ജനത്തെ വിടുവിക്കുന്നത്? അപ്പൊ നീ പറയണം, ഒന്ന്, അവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരെ വിളിച്ചത്. ഒരല്ലിയെ പറഞ്ഞേ. നമ്മെ വിളിച്ചത്, ഞാൻ നിങ്ങൾക്കൊരു വീട് ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി ഒരുക്കിയാൽ വന്ന് നിങ്ങളെ ഞാൻ പണിത വീട്ടിൽ ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞ വീടാ ലക്ഷ്യം. പാലും തേനും ഒഴുകുന്ന കനാൻ. ഒരു സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അന്ന് നമ്മൾ പാടുപാടുന്നു, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. അന്ന് എല്ലാവരും പോവായിരുന്നു. അല്ലല്ലേ പറഞ്ഞേ? സ്ഥിരവാസമില്ലായിരുന്നു. കാരണം ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം നമുക്ക് ഇല്ല. നമ്മളിവിടെ അന്യരും പരദേശം. ഇവിടെ ലക്ഷ്യം മുഴുവൻ സിയോൻ യാത്രയായിരുന്നു. അല്ലല്ലേ പറയണം. ഈ രാത്രി സിയോനെ നോക്കി ഇറങ്ങിത്തിരിച്ചവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ കനാൻ തരും. രണ്ട് പറവോ നിന്നോട് ചോദിക്കും, എന്തിനാ വിട്ടയക്കുന്നത്? അന്നേരം പറയണം, മരുഭൂമി ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാനാ. നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്നത് നിന്റെ കടം വീട്ടി ജപ്തി ഒഴിവാക്കി വീടും പണിത് കാറും മേടിച്ച് വീട്ടിൽ താമസിപ്പിക്കാനല്ല. നിന്നെ വിളിച്ചോണ്ട് വന്നത് ആരാധിക്കാനായിട്ടാ. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. സഭയെ ദൈവം വിളിച്ചത് ദൈവത്തെ ആരാധിപ്പാനാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. 3, ദൈവം ജനത്തോട് പറഞ്ഞ്, മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ഉത്സവം ആചരിക്കും. ജനത്തെ ദൈവം വിളിച്ചത് മരുഭൂമിയിൽ ഉത്സവം ആചരിക്കാൻ. 7 ഉത്സവം കൊടുത്തു. എന്തിനാ കർത്താവേ മരുഭൂമിയിൽ ഉത്സവം ആചരിക്കുന്നത്? ഉത്തരം, ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷമായിരിക്കണം ആരാധനയിൽ. അല്ലാതെ 7 പെൺകൊച്ചിനെ പ്രസവിച്ചു മറ്റ് കെട്ടിക്കാൻ സീനക്കാശില്ലാത്ത അപ്പനും അമ്മയും താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന പോലെ ചത്തുകുത്തിയിരിക്കുകയല്ല. നിന്നെ വിളിച്ചത് ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷത്തിന്. നല്ല ഹല്ലേലൂയ രാത്രി പറയണമേ. ഹല്ലേലൂയ. ബെന്തിക്കോസി പോയിട്ട് എന്നോ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ഉത്സവമുണ്ട്. അത് 7 ഉത്സവങ്ങളാണ്. മോശേ, ഫറവോ നിന്നോട് ചോദിക്കും, എന്തിനാ ജനത്തെ വിട്ടയക്കുന്നത്? നീ പറയണം, മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കാനാ. 5 യാഗങ്ങൾ ദൈവം കൊടുത്തു. ഹല്ലേലൂയ പറയണം. 1, വാഗ്ദത്ത കനാനിൽ പോകാൻ, പാലും തേനും ഒഴുകുന്ന കനാനിൽ പോകാൻ. 2, ഈ ദൈവത്തെ ആരാധിക്കാൻ. 3, ഉത്സവം ആചരിക്കാൻ. 4, യാഗം കഴിക്കാൻ. എന്തിനാ കർത്താവേ യാഗം കഴിക്കുന്നത്? യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവാൻ നിന്നെ വിളിച്ചത് യാഗം കഴിക്കാനാ. ഈ രാത്രി സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. സഭയെ ദൈവം വിളിച്ചത് യാഗം കഴിക്കാനാ.
5 ഇസ്രായേലിന്റെ പുത്രൻ, ഇസ്രായേലിന്റെ ആദിജാതൻ, അവനെ മരുഭൂമിയിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വിട്ടയക്കണം. വിളിച്ചത് ശുശ്രൂഷ ചെയ്യാനാ. സ്വത്രം പറഞ്ഞില്ല. 1 കനാനിപ്പാൻ, 2 ആരാധിക്കാൻ, 3 ഉത്സവം ആചരിക്കാൻ, 4 യാഗം കഴിക്കാൻ, 5 ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ. ഇവിടെ അഭിഷക്തൻ പറഞ്ഞു നാളെ ഇത്രയും കസാര കാണത്തില്ല, തിരുമേശയുണ്ട്, വലിയ ജനാവലി വരും. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് സഹോദരന്മാരിവിടെ നിൽക്കണം. അത്യാവശ്യമില്ലാത്ത കസാര മാറ്റണം, ജനത്തിന് ഇരിക്കാൻ സീറ്റ് അറേഞ്ച് ചെയ്യണം. പ്രൈസലോ. അതൊക്കെ ചെയ്യാൻ ഡിസ്ട്രിക്റ്റിന്റെ കമ്മിറ്റിയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അങ്ങ് തലേ തുണിയിട്ട് പോകരുത്. സ്തോത്രം പറഞ്ഞില്ല. വിളിച്ചത് ശുശ്രൂഷ ചെയ്യാനാണ്. പ്രൈസലോ, പ്രൈസലോ. ശുശ്രൂഷയ്ക്ക് അവസരം വന്ന ഉടനെ എല്ലാവരും മാറി കേട്ടു. യഹൂദ അങ്ങോട്ട് പോയി, രൂബേൻ ഇങ്ങോട്ട് പോയി, ശിമിയോൻ അങ്ങോട്ട് പോയി, ഗാദ് ഇങ്ങോട്ട് പോയി, നഫ്താലി അങ്ങോട്ട് പോയി, ദാൻ ഇതിലെ കൂടെ പോയി. എല്ലാവരും പോയപ്പോൾ നേരത്തെ മാറ്റി നിർത്തിയൊരു ഗ്രൂപ്പുണ്ട്, അവരിങ്ങോട്ട് കയറി. നീ മാറിയാൽ അവൻ കയറും. അപ്പം പ്രാഗിയോന അവൻ്റെ ആയുസ് ഗുണം വരത്തില്ലെന്ന് പറഞ്ഞ് പ്രാഗി വിട്ടതാ. അവന്മാർ യോഗം വെച്ചാൽ ആരും പോകല്ലെന്ന് നോട്ടീസ് ഇറക്കിയതാ. പക്ഷെ അവനിങ്ങോട്ട് കയറിയിട്ടൊരു ഒറ്റ ശുശ്രൂഷ ചെയ്തു. അവനെ ദൈവം അങ്ങ് ആദരിച്ചെങ്കിൽ ഇന്ത്യനകത്ത് നിന്നെ വിളിച്ചത് ശുശ്രൂഷ ചെയ്യാനാ. നല്ലൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ജനം 20 വയസ്സിന് മുകളിൽ എണ്ണിയ പുരുഷന്മാർ തന്നെ 600,000 പേരുണ്ട്. അവർ താഴെയുള്ളത് ബാക്കി, സ്ത്രീകൾ വേറെ, ദാസിദാസന്മാർ വേറെ. ഇവരെല്ലാം ഉണ്ടായിട്ട് സംഖ്യാപുസ്തകത്തിൽ ദൈവം 2 പേരുടെ പേര് പറ. ഒന്ന് കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബ്, 2 നൂന്റെ മകൻ യോശുവ. ദൈവം പേര് പറയുമ്പം വിക്കൊന്നുമില്ല കേട്ടോ. കാലേബ് എന്നൊന്നും പറയത്തില്ല. സ്വതന്ത്രം പറഞ്ഞു. മോശയ്ക്ക് അല്പം വിക്കുണ്ടായിരുന്നെങ്കിലും ദൈവത്തിന് വിക്കൊന്നും ഇല്ല. ദൈവത്തിന് ദൂതന്മാർക്കും വിക്കൊന്നും ഇല്ല. കാലേബും യോശുവൊന്നും വിൽക്കാതാ പറഞ്ഞു. ഇപ്പൊ പലരും പേര് പറയുന്നത് വിക്കിയാ പറയുന്നത്. ഒരല്ലേ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ 2 പേരൊഴിച്ച് വേറെ ആരും വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറയണം. എന്തിനാ വിളിച്ചിറക്കിയത്? വാഗ്ദത്ത കനാൻ, പാലും തേനും ഒഴുകുന്ന കനാനിൽ കൊണ്ടെത്തിക്കാൻ. പക്ഷേ 2 പേരൊഴിച്ച് ബാക്കി ആരും കനാനിൽ എത്തിയില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതി, ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാ? തൃശ്ശൂര് വെസ്റ്റ് സെൻട്രലിലുള്ള ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ ദൈവമക്കൾക്കും സമീപ പെന്തക്കോസ് സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന ദൈവമക്കൾക്കും ഇത് ദൃഷ്ടാന്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്ത് ദൃഷ്ടാന്തം? കുഞ്ഞാടിന്റെ രക്തത്തളി ആചരിച്ചു, ചെങ്കടലിൽ സ്നാനപ്പെട്ടു, പാറയിലെ വെള്ളം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയായ ക്രിസ്തുവിൽ നിന്നത്രേ അവര് കുടിച്ചത്. ശക്തന്മാരുടെ ഭോജനം ഭക്ഷിച്ചു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പകലിൽ മേഘം സ്തംഭമായി. പവർ കട്ടില്ലാതെ എല്ലാ പകലും മരുഭൂമിയിൽ കൃത്യമായ AC സംവിധാനം. സ്തോത്രം. രാത്രിയിൽ ആർക്കും കമ്പിളി വേണ്ട. രാത്രിയിൽ അഗ്നിസ്തംഭം. നല്ല സ്തോത്രം പറയണം. ഇതുപോലുള്ള സംവിധാനം ലോകത്തിൽ ആർക്കുള്ള? രാത്രിയിൽ ഈ ജനത്തിന് മുഴുവൻ അഗ്നിസ്തംഭം, പകല് മേഘസ്തംഭം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരുത്തന് അസൂയ തോന്നി, അവൻ്റെ കൊച്ച് ഒരെണ്ണം കാനഡയിൽ പോയി, ഒരെണ്ണം ഓസ്ട്രേലിയയിൽ പോയി, ഒരെണ്ണം ന്യൂസിലൻഡിൽ പോയി, മറ്റേത് അമേരിക്കയിൽ പോയി, അവനൊരു വീട് വെച്ചു, 2 കാറ് മേടിച്ചു. ഞാൻ അസൂയ ഉണ്ടായിട്ട് പ്രാകാനായിട്ട് ബിലയാമിനെ കൊണ്ടുവന്നാൽ ഏക്കത്തിലാണ് മേളി മേഘസ്തംഭമാണ്.
പ്രാക്കെല്ലാം മേഘത്തിന്റെ മേളിൽ കൂടെ പോത്തേ ഉള്ളൂ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ പകലിൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിത്തൂണ്, കാലയിലെ ചെരുപ്പ് പഴകത്തില്ല, ഉടുപ്പ് പ്രായമനുസരിച്ച് വളരുന്നു. ഇതെല്ലാം കൊടുത്തു. പക്ഷേ രണ്ടുപേരെ അക്കരെ കയറിയുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാൻ വന്നത് നിങ്ങളോട് പറയാൻ പോകുകയാണ്. നമുക്കെല്ലാം ദൈവം തന്നു കേട്ടോ. നമ്മുടെ സ്ഥിതികളെല്ലാം ദൈവം മാറ്റിയില്ലേ? പണ്ടത്തെ റാന്തൽ വിളക്ക് മാറി, കൊതുമ്പും ഓലയും കൂടെ കൂട്ടിക്കെട്ടിയുള്ള വീശി പോന്ന സംവിധാനം മാറി. അത് കഴിഞ്ഞ് പണ്ടത്തെ എവർഡിയുടെ ടോർച്ച് മാറി. പെട്രോമാക്സ് മാറി. എന്ത് പറഞ്ഞാലും പെട്രോമാക്സിന്റെ വെട്ടം ഒരു വെട്ടമായിരുന്നല്ലേ? ഹല്ലേലൂയ. അതിന്റെ ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആ പണ്ടത്തെ തമ്പേർ മാറി. ഇപ്പൊ തമ്പേർ എന്താന്ന് പിള്ളേർക്കൊന്നും അറിയത്തില്ല. കാരണം മുഴുവൻ നമുക്ക് സംഗീത ഉപകരണങ്ങളായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മുഴുവൻ ഹോളുകൾ AC ആയി. എല്ലാ സംവിധാനവും ഉണ്ടായെങ്കിലും നമുക്ക് ഇന്ന് രാത്രി അറിയേണ്ടത്, നിങ്ങൾക്കിത് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുന്നു. ഇതെല്ലാം കൊടുത്തിട്ടും ഇതെല്ലാം കഴിച്ചിട്ടും അവരിൽ മിക്ക പേരിലും നല്ല സ്തോത്രം പറയണം. ഇന്ന് രാത്രി ഞാൻ ദൂത് തുടങ്ങും മുമ്പേ ചോദിക്കട്ടെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് പ്രസാദമാണ്. എൻ്റെ ആരാധനയും എൻ്റെ ജീവിതവും എൻ്റെ വിശ്വാസ ജീവിതവും എന്നെ വിളിച്ചിറക്കിയവന് പ്രസാദമാണെന്ന് ഉറപ്പുള്ളവര് ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ചുമ്മാതെ കൈയൊന്നും പൊക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവം നിന്നിൽ പ്രസാദിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഇല്ലെങ്കിൽ ഈ രാത്രി ക്രമീകരണം പ്രാപിച്ചോണം. ഹല്ലേലൂയ. നിന്റെ ശ്വാസം നിന്നിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നീ ഇന്ന് രാത്രിയിൽ, കർത്താവേ, അവർക്ക് ഭവിച്ചത് ഞങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ വിളിച്ച ദൈവത്തെ വിശ്വസ്തനം നിന്നിക്കൊണ്ട് നിന്റെ പാതയിൽ ഓടുവാൻ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ ദൈവദാസം വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. കേൾക്കേണ്ട വാക്യാണ്. വായിച്ച ദൈവദാസൻ. കെനേസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവരുടെ യോഗ്യത എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ രണ്ടു പേരെ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ ദൈവം അനുവദിക്കാനുള്ള ഏക യോഗ്യത ഒന്ന് പറഞ്ഞ എല്ലാവരും, പൂർണ്ണമായി പറ്റി നിന്നു ദൈവത്തോട്. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞ്, ഞാൻ ഇനി ഒരായുസ് ഉണ്ടെങ്കിൽ ഉള്ള സമയം എൻ്റെ ദൈവത്തോട് ഞാൻ പൂർണ്ണമായി പറ്റി നിൽക്കും എന്നൊന്ന് പറഞ്ഞു ഒരു സാക്ഷി ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തോട് ഞാൻ പൂർണ്ണമായി പറ്റി നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ രണ്ട് വള്ളത്തെ കാല് ചവിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനല്ല, യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസ ജീവിതം അവിടെ പാതി ഇവിടെ പാതി എന്നല്ല. നിൽക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കൂടെ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ എനിക്ക് ലാഭം എന്ന് പറയാൻ കരുത്തുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു നിമിഷം കൂടെ ജീവിക്കാൻ അനുവാദം ദൈവം തരുന്നുള്ളൂ എങ്കിലും അത് ക്രിസ്തുവിനായി ജീവിപ്പാൻ ഇന്ന് രാത്രി തീരുമാനമുള്ളവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദബാലന്മാർ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അവർ പറയാണ്, രാജാവേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുന്നത് കൊണ്ട് പറയുവാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നീ കൂട്ടിയ 7 മടങ്ങുള്ള ഈ തീക്കകത്തുനിന്ന് വിടുവിച്ചാലും ഇനി വിടുവിച്ചില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നീ നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കി, അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല.
ഇവരുടെ ഈ 3 പേരുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഗ്ലോറി പറഞ്ഞ് കൈയടിച്ച് ഹല്ലേലൂയ പറയുന്നത് അവിടെ ആരുമില്ല. മുഴുവൻ എതിരികൾ, മുഴുവൻ പ്രതിയോഗികൾ. അതിന്റെ നടുവിൽ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു തീരുമാനമുണ്ട്, ഒറ്റ തീരുമാനമേ ഉള്ളൂ. അത് ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ രാത്രി എത്ര ധൈര്യത്തോടെ പറയാൻ കഴിയും, ലഭിച്ചിരിക്കുന്ന ആയുസ്സിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിച്ചാലും ഇല്ലെങ്കിലും, സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലും, വഴി തുറന്നാലും ഇല്ലെങ്കിലും, ഇന്ന് രാത്രി ഈ ദൈവത്തെ അല്ലാതെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. അവർ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിക്കായിക കൊണ്ട് തന്നെ. അടുത്ത വാക്യം കൂടെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറയെല്ലാം മുടിഞ്ഞു പോകുമ്പോളം. ബൈബിളിൽ എഴുതാൻ കൊള്ളാവുന്ന ഒരു പദമാണോ? അല്ല, എന്നോടൊന്ന് ചേർന്ന് വരണേ. പുള്ളി റാന്നിന്ന് വണ്ടിയും വിട്ട് വന്ന് ഞങ്ങളെ പ്രാഗിയിട്ട് പോകുന്ന നാളെ വിഷയം ഉണ്ടാക്കരുത്. ഞാനങ്ങനെ പറഞ്ഞില്ല. ഇത് പുസ്തകത്തിൽ ഒരു വാക്യം വായിപ്പിക്കുക. പറ്റി നിൽക്കാഞ്ഞ ഒരു തലമുറ മുഴുവൻ മുടിഞ്ഞു പോകുമ്പോഴോ. ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, ഇത് തന്നെയാണോ പ്രസംഗിക്കേണ്ടത്? സുരേഷ് മാഷെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചു, ഇത് തന്നെയാണോ പ്രസംഗിക്കേണ്ടത്? പറ്റി നിൽക്കാഞ്ഞൊരു തലമുറ നിശേഷം മുടിഞ്ഞു പോകുവോളം 40 വർഷം മരുഭൂമി ചുറ്റിച്ചു. കൃപേ വന്നിട്ടും ചുമ്മാ ചുറ്റുന്നെങ്കിൽ എവിടെയോ സംതിങ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും നിന്നെ വിളിച്ചത് ചുറ്റാനല്ല, ചുറ്റാനുമല്ല, ചുറ്റിക്കാനുമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ചത് കനാനിൽ കൊണ്ട് എത്തിക്കാനാ. ഇന്ന് രാത്രിയിൽ ചിലരെ നീക്കുവോളം ചില വഴി തുറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. തപ്പടിച്ച് 30 ലക്ഷം ജനത്തെ സ്പ്രിംഗ് ആക്ഷനിൽ ആരാധിപ്പിച്ച മിരിയാം എന്ന അമ്മച്ചി പോയില്ല. ആദ്യത്തെ മഹാപുരോഹിതൻ അഗരോൻ പോയില്ല. ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായ മോശ കണ്ടു, കടന്നില്ല. പ്രൈസ് ദി ലോർഡ്. അർഹതയില്ലാത്ത യോശുവ കടന്നു, യോഗ്യതയില്ലാത്ത കാലേബ് കടന്നു. ഇന്ന് രാത്രി കടക്കുമെന്ന് വിചാരിച്ച പലരും കടന്നില്ല. പ്രതീക്ഷിക്കാത്ത പലരും കടന്നെങ്കിൽ ഈ രാത്രി എത്ര പേർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ഞാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ ഞാൻ കടക്കുമെന്ന് ഉറപ്പുള്ളവര് കരം വീശി കരമടിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിച്ചേ. ദൈവമേ, എന്നെ നിങ്ങളെ വിളിച്ചത് വാഗ്ദത്ത ദേശത്ത് കൊണ്ട് എത്തിക്കാനാ. ഭക്തൻ പറയുകയാണ്, ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വൃഥാവായി പോയി എന്ന് ക്രിസ്തുവിന്റെ നാളിൽ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വൃഥാവായിട്ടില്ല? ഹല്ലേലൂയ.
ദൈവസന്നിധിയിൽ ഒന്ന് പൂർണ്ണമായി ഒന്ന് പറ്റി നിൽക്കാൻ, ആ പണ്ടത്തെ പ്രാർത്ഥന, ആ പണ്ടത്തെ ആരാധന, ആ പണ്ടത്തെ അഭിഷേകം, ആ പണ്ടത്തെ അന്യഭാഷ, ആ പണ്ടത്തെ ആത്മഭാരം. ഓ ഹല്ലേലൂയ! ഇന്ന് രാത്രി ഒരാത്മാവൂടെ വിടുവിക്കപ്പെടാൻ, ഒരാത്മാവൂടെ രക്ഷിക്കപ്പെടാൻ ഉള്ളിന്റെ ഉള്ളിൽ ആത്മഭാരമുള്ള എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ! നമ്മുടെ യോഗങ്ങൾ വീട്ടുപ്രാർത്ഥനയായി നടക്കുന്ന ആ കാലത്ത് 10, 12, 13 വീട്ടുകാരുള്ള സഭയിലെ വീട്ടുകാർ മുഴുവൻ വീട്ടുപ്രാർത്ഥനയ്ക്ക് വരും. സ്തോത്രം. ഒരാണ്ടിൽ തന്നെ പല പ്രാവശ്യം വീട്ടുപ്രാർത്ഥന നടക്കും. ഇപ്പം നമ്മൾ 150, 200 വീട്ടായപ്പോൾ 2 പദ്ധതി ഒരിക്കൽ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ കൊടുക്കാനായിട്ട് കാച്ചിക്ക പുഴുങ്ങിയതോ ചേമ്പ് പുഴുങ്ങിയതോ കട്ടൻ കപ്പ വേവിച്ചതോ എന്തെങ്കിലും ചെറിയ ആഹാരങ്ങളെ കാണത്തുള്ളൂ. പക്ഷേ അതെല്ലാവരും കഴിക്കുമായിരുന്നു. അന്ന് ആർക്കും ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും അത് ഉണ്ടാക്കുന്ന സാധനം സന്തോഷത്തോടെ കഴിക്കും. 10 വീട്ടുകാരെ വന്നുള്ളെങ്കിൽ അയലോക്കക്കാർ ചെവിക്കകത്ത് വെള്ളിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഓ, ഇന്ന് ബന്ധുക്കോസുകാരുടെ യോഗ ആ വീട്ടിലുണ്ട്, ചെവിതല കേൾക്കണ്ട. ഇപ്പം അങ്ങനൊരു പരാതി നമ്മളെക്കുറിച്ചില്ലല്ലോ. ഡിസ്ട്രിക്ട് കൺവെൻഷൻ വെച്ചാൽ പരാതിയില്ല, പിന്നല്ലേ വീട്ടു പ്രാർത്ഥനയ്ക്ക്. സ്തോത്രം പറഞ്ഞു. നമ്മളിപ്പം വളരെ ശാന്തമായിട്ട് ഭൗതയോടെ നമ്മളെപ്പോലെ താഴ്മയുള്ള ആരാ ഉള്ളേ? ഹലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞല്ലോ, ഒന്നുകൂടെ സ്തുതിച്ചാട്ട്, ഇച്ചിലൂടെ ശബ്ദം ഉയർത്തി സ്തുതിച്ചാട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, നമുക്ക് സ്തുതി വരത്തില്ലല്ലോ. പണ്ട് അവരെ ആരും സ്തുതിപ്പിക്കണ്ട, അവരെ സ്തുതിക്കാതിരിക്കാൻ ഒക്കത്തില്ലായിരുന്നു. അവരുടെ രക്ഷ അത്ര വലുതായിരുന്നു, അവരുടെ വീണ്ടെടുപ്പ് അത്ര വലുതായിരുന്നു. ഹല്ലേലൂയ! നമുക്ക് പറ്റിയത് പൗലോസ് പറയണ, ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയല്ലോ. ഇന്ന് രാത്രി ആരാധന കുറഞ്ഞെങ്കിൽ ഓർത്തോണം, രക്ഷ ഗണ്യമാക്കാതെ പോയതാ. ഹല്ലേലൂയ! ദൈവകൃപ ചോർന്നെങ്കിൽ ഓർത്തോണം, ദൈവഭയം പോയതാ. നല്ല സ്തോത്രം ഈ രാത്രി പറയണം. ദൈവത്തിന്റെ പൈതലേ, നീ ഇന്ന് രാത്രി ആദ്യത്തെ അനുഭവത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാ. ഈ പർവ്വതം വിട്ടിറങ്ങി വന്ന മോശ താഴ്വരയിലെ ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ് കേട്ടപ്പോൾ യോശുവോട് ചോദിച്ചു, യോശുവേ, താഴെ കേൾക്കുന്ന ഈ ആർപ്പിന്റെ രഹസ്യം എന്താ താഴെ നടക്കുന്നത്? ഒന്ന് യോശുവ നല്ലൊരു മറുപടി പറഞ്ഞു. യജമാനനെ, ഇത് ജയിച്ചാർക്കുന്നവന്റെ ആർപ്പുമല്ല, തോറ്റ് തുന്നം പാടിയവന്റെ നിലവിളിയല്ല, രണ്ടും കെട്ട. ഹലോ, ജയിച്ചവന്റെ ആരാധന കേട്ടാ അറിയാം, തോറ്റവന്റേതും കേട്ടാ അറിയാം. ഇത് ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. ഞാൻ സമ്പന്നൻ, പിന്നെ ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. ആരാ പറയുന്നേ? ദരിദ്രൻ, കുരുടൻ, നഗ്നൻ ആയിട്ടും അത് വെളിപ്പെടാത്തവൻ. നിങ്ങൾ സ്വന്തം പറഞ്ഞില്ല. സഭയുടെ സ്ഥിതി, ലവോദിക്ക സഭയെ നോക്കി ദൈവം പറയാണ്, നീ സമ്പന്നനാന്ന് പറയുന്നു, നീ ധനവാനാന്ന് പറയുന്നു, എനിക്കൊന്നിനും കുറവില്ലെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ എന്നെ ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പക്ഷേ വണ്ടിക്കൊക്കെ ഭയങ്കര ഓഫറാണ്. അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ ഒരു വണ്ടി എടുക്കും. പക്ഷേ ഇടാനൊരു സ്ഥലമില്ല. അതുകൊണ്ടൊരു വണ്ടി, മൂന്നാമത്തെ വണ്ടി ഇടാൻ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര പ്രാർത്ഥനാ വിഷയമാണ്. അപ്പം ഞാൻ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, തോമാച്ചായന്, പേര് പറഞ്ഞാണ്, തോമാച്ചായൻ്റെ മുറ്റത്ത് മൂന്നാമത്തെ വണ്ടി ഇടാനുള്ള കാർ പോർച്ച് പണിയാൻ വേണ്ടി ദൈവം വഴി തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ പിറപ്പേ, ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിൻ്റെ പ്രഭു നിന്റെ കണ്ണ് കുരുടാക്കി. സത്യദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞിറങ്ങിയ നീ ഞാനും ആ കൃപയിൽ നിന്ന് എപ്പോഴൊക്കെ അകന്നുപോയി.
അകന്നു പോയവൻ പോട്ടെന്ന നമ്മുടെ ധാരണ. പക്ഷെ യേശു വിടത്തില്ല. യേശു ആ ദിവസം 7 നാഴിക യെരുശലേമിൽ നിന്ന് എമ്മവസിലേക്ക് പോയ 2 പേരുടെ കൂടെ നടന്നു. 1 നാഴിക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. യേശു പോലും പറഞ്ഞത് 1 നാഴിക നടക്കാൻ നിന്നെ നിർബന്ധിച്ചാൽ 2 കുവാനേ പറഞ്ഞിട്ടുള്ളൂ. ആ യേശു 7 നാഴിക, ഏതാണ്ട് 21 മണിക്കൂർ 2 പിന്മാറ്റക്കാരുടെ കൂടെ ചേർന്ന് നടന്നു. ഒരു ഹല്ലേലൂയ പറയണം. 2 പിന്മാറ്റക്കാരുടെ കൂടെ യേശു ചേർന്ന് നടന്നു 21 മണിക്കൂർ 7 നാഴിക. എന്നിട്ട് പ്രസംഗിച്ചത് കേൾക്കണ്ടേ? മോശയുടെ ന്യായപ്രമാണത്തിലെ യേശു, പ്രവാചക പുസ്തകങ്ങളിലെ യേശു, സങ്കീർത്തന പുസ്തകങ്ങളിലെ യേശു 3 ഭാഗങ്ങളും എടുത്തു. അന്ന് ലഭ്യമായിരുന്ന 3 ഭാഗങ്ങളും എടുത്തു. പക്ഷെ 3-നകത്തുള്ള യേശുവിനെ വെളിപ്പെടുത്തി. യേശുവിനെ വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ ഉള്ളം കത്തി. അവർ ആ രാത്രി തിരിച്ചുപോയി. ഇന്ന് രാത്രി യേശു നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ഏത് പിന്മാറ്റവും മതിയാക്കി നീ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ആരാധിച്ച് ഇന്ന് രാത്രി സഭയുടെ ഒരു മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുകയോ? ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു തമാശ, അത് ഇച്ചിരി കാര്യമാണെന്ന് എനിക്ക് തോന്നിയോണ്ട് നിങ്ങളോട് പറയാം, ഞാൻ പറഞ്ഞതല്ല. ഒരു 7 വയസ്സുള്ള മോന് ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഞാനൊരപ്പനാകണം, ഞാൻ ഒരപ്പനാകും. ഉടനെ അമ്മ ചോദിച്ചു, എന്തുവാ പറഞ്ഞ നീ പ്രാർത്ഥിക്കുന്നത്, അപ്പനാണോ എന്ന്? അല്ല, നേരം അപ്പനായാൽ പിന്നെ പ്രാർത്ഥിക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ. അതന്നെ, അല്ല നമ്മുടെ പപ്പ വേദോത്സവം വായിക്കട, പാട്ട് പാടണ, പ്രാർത്ഥിക്കട, കഴിച്ചു പോയി കിടക്കണമെന്ന് പറഞ്ഞല്ല. പപ്പ പ്രാർത്ഥിച്ചത് വരെ ഞങ്ങൾ കാണുന്നില്ല. അപ്പം പപ്പ ആയാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിക്കടാ, പറഞ്ഞാൽ മതി. പപ്പായ്ക്ക് പ്രാർത്ഥിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുക, ഒരു മാർഗം അപ്പനാകണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ മക്കൾക്ക് നീ മാതൃകയാന്ന് ഉറപ്പുള്ള ഒരു സ്തോത്രം പറഞ്ഞേ. നിന്റെ വീട്ടിൽ അന്യഭാഷ പറയുന്നൊരു സ്തോത്രം പറഞ്ഞേ. ബന്ധിക്കോസുകാരൻ്റെ വീട്ടിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണം. അന്യഭാഷ തന്നേക്കുന്ന പാട്ട് ക്ലൈമാക്സ് ചെയ്തുമ്പോൾ മൂലയ്ക്ക് 2 എണ്ണം പറയാനല്ല. നിന്റെ കുടുംബത്തിനെതിരെ പതിയിരുന്ന് കയറി വരുന്ന, പണമുയർത്തി നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ദേശം വിട്ട് പാലായനം ചെയ്യണമെങ്കിൽ നീ അഭിഷേകത്തോടെ ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിപ്പാനിടയായി തീരണം. ഏറ്റെടുക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ യാത്രയിൽ നീ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ ഹല്ലേലൂയ. ഞാൻ ചാലാമ്പാടത്ത് പറഞ്ഞ കാര്യം നിങ്ങളോടൊന്ന് പറയാം. സ്തോത്രം. നമ്മുടെ പ്രതിയോഗിയുടെ പേര് വെട്ടേറ്റ് വീണവനെന്ന. വീണെന്ന് തൊട്ട് അവൻ എഴയവ. അവനെന്നെ സൗകര്യം കിട്ടിയ മരത്തെ വരെ കയറും. ഒക്കുവാണെങ്കിൽ ഫ്രൂട്ട്സ് പറിച്ച് അമ്മാമ്മയുടെ കൈ കൊടുക്കുകയും ചെയ്യും. അമ്മാമ്മ കഴിച്ചിട്ട് അച്ചാനെ കൊണ്ട് തീറ്റിക്കുന്ന കണ്ടിട്ട് പുള്ളി പോവുകയും ചെയ്യും. സ്തോത്രം. അവൻ പണ്ട് പറന്നവനായിരുന്നു, പണ്ട് പറക്കുന്നവൻ ഇപ്പം എഴയവ. അവൻ വീഴുന്ന വരെ ഭൂമി മനോഹരമായിരുന്നു. അവൻ വീണ അന്ന് ഈ ഭൂമി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി, ആഴത്തിപ്പോയി, വെള്ളം മൂടി, ഇരുട്ട് മൂടി. ഒരു സ്തോത്രം പറയണം. അവൻ്റെ സാന്നിധ്യം എവിടെങ്കിലും സ്പർശിച്ചാൽ ആ കുടുംബം താഴും, പാഴുണ്ടാകും, ശൂന്യത വരും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ജയിക്കും പാസ്റ്റർ? ഒറ്റ മാർക്കും, മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഏത് പാഴും മാറാൻ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചാൽ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്റെ വാഗ്ദത്ത കനാനെ തടയുന്ന വ്യാപാരങ്ങളെ ജയിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ മീതെ ആത്മാവ് പരിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവ് പരിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൽപ്പനയായിരിക്കണം. എന്താ കൽപ്പന? വെളിച്ചമുണ്ടാകട്ടെ, ഇരുട്ടൊരു ഭാഗത്തേക്ക് മാറട്ടെ,
ഭൂമി കാണായി വരട്ടെ, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ, അതത് തരം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരുട്ട് മാറി. നീ കൽപ്പിച്ചാൽ മാറും. സസ്യങ്ങൾ മുളയ്ക്കത്തരുന്ന പിശാച് പറഞ്ഞേ, ഇന്ന് രാത്രി നീ കൽപ്പിച്ചാൽ മുളയ്ക്കും. നിന്റെ വീട്ടിൽ ഒരു നന്മയും മുളയ്ക്കതെന്ന് പിശാച് പറഞ്ഞാൽ നീ കൽപ്പിച്ചാൽ മുളയ്ക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ആരാധിക്കാവുള്ളൂ. ശൂന്യമാക്കപ്പെട്ട പാഴാക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പുതിയത് ചിലത് ഇന്ന് രാത്രിയിൽ ആത്മാവ് മുളപ്പിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, മനുഷ്യ നീ വാഴണം എന്ന് പറഞ്ഞേ. നീ വാഴണം. മറ്റവന്റെ പണി എഴേവാ, പക്ഷെ നീ വാഴണം. എൻ്റെ വീട്ടിൽ ഞാൻ വാഴുമെന്ന് പറഞ്ഞു. ധൈര്യത്തോടെ പറയണം, എൻ്റെ വീട്ടിൽ ഞാൻ വാഴും, എൻ്റെ ദേശത്ത് ഞാൻ വാഴും. ഞാൻ കൃപയിൽ വന്നത് എഴയാനല്ല, ഞാൻ കൃപയിൽ വന്നത് വാഴാൻ വന്നതാ. ഇന്ന് രാത്രി മരുഭൂമിയിൽ നിന്നെ തള്ളിയിട്ട് കളയാതെ നിന്റെ കൃപയുടെ വ്യാപാരം ഇതിനകത്ത് വർദ്ധിപ്പിച്ചിട്ട് അഭിഷേകത്തിന്റെ അധികാരത്തിൽ ദേശത്ത് വാഴേണ്ടതിന് വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ വാഴും, ഞാൻ വാഴും, എൻ്റെ കുടുംബം വാഴും, എൻ്റെ കുഞ്ഞുങ്ങൾ വാഴും. ഇന്ന് രാത്രി എഴയുന്ന എല്ലാ പോരുകൾ അഴിയട്ടെ, നിന്നെ ശൂന്യമാക്കുന്ന മണ്ഡലങ്ങൾ അഴിയട്ടെ. നീ മരുഭൂമിയിൽ പട്ടുപോകാതെ ഇന്ന് രാത്രി വാഗ്ദത്ത കനാനിൽ എത്തുവോളം അഭിഷേകമുള്ളവരെല്ലാം കരമടിച്ച് അന്യഭാഷയിൽ അല്പ നിമിഷങ്ങൾ എല്ലാവരും ആരാധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില പോരുകൾ ഈ രാത്രി അഴിയട്ടെ. ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ. 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 ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിന് മുമ്പേ നമ്മെ വിളിച്ചത് വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകാനാണ്. രണ്ടുപേരല്ല പോകണ്ടേ, എല്ലാവരും പോകണം. രണ്ടുപേര് തിരികല്ലെ പൊടിക്കുമായിരുന്നു, ഒരാൾ പോയി. രണ്ടുപേര് വയലിൽ പണിയുമായിരുന്നു, ഒരാൾ പോയി. ഹലോ, ഒരാൾ പാനല്ല വിളിച്ചേ, ഞാൻ പോയിരിക്കും, എൻ്റെ കർത്താവിൻ്റെ കാഹളത്തേക്ക് ഞാൻ പോയിരിക്കും എന്ന് ഉറപ്പുള്ള എത്ര പേരുടെ വന്നിട്ടുണ്ട്? നീ ഇന്ദിരാത്തെ ആഴമായി കർത്താവിൽ വിശ്വസിക്കണം. ഞാൻ ഇന്ന് പകല് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ടത് പറയാൻ പോവാം. അങ്ങനെ വെളിപ്പെടാൻ ഒരു കാരണമുണ്ട്. ദുബൈയിൽ നിന്ന് വന്ന എൻ്റെ ഒരു സ്നേഹിതൻ, ഞാൻ പേര് പറഞ്ഞത്, ഇപ്പം നാട്ടിലുണ്ട്. അദ്ദേഹം അബുദാബിയിൽ നിന്നാണ് വന്നത്. 7 ക്രിയാറ്റിൻ ആയിട്ടാണ് നാട്ടിൽ വന്നത്. അപ്പോൾ താന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അവർ പെട്ടെന്ന് അദ്ദേഹത്തെ പരിശോധിച്ചു. 14 ക്രിയാറ്റിനാണെന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് 7 എന്നുള്ളത് 14ആയി. ഉടനെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി സ്കാൻ ചെയ്തു, MRI ചെയ്തു, ECG ചെയ്തു, എക്കോ എടുത്തു, ബ്ലഡ് മുഴുവൻ പരിശോധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. കരുത്തിൻ്റെ ഇവിടെ മുറിച്ച് ഇവിടെ സ്റ്റെൻഡ് ഇട്ടു, തുട മുറിച്ച് അവിടെ സ്റ്റെൻഡ് ഇട്ട് കയ്യേൽ വിട്ടു, ഡയാലിസിസ് ആരംഭിച്ചു. സ്തോത്രം. എല്ലാം കൂടെ ഒരു 93,000 രൂപ മരുന്നിന് തന്നെ പലതിനായിട്ട് മേടിച്ചു. 3 ദിവസം കിടന്നിറങ്ങിയപ്പോൾ 30,000 രൂപ ബില്ലുമായി. 1,23,000 രൂപ ഈ 3 ദിവസം കൊണ്ട് തീർന്നു.
പിറ്റേ ദിവസം പുള്ളി ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ആരോ പറഞ്ഞ് കേട്ടുപോയി. ഇവിടെ അടുത്താണ്. അവിടെ ചെന്നൊരു ഡോക്ടർ ഈ പരിശോധിച്ചെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ബ്രദറെ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റെൻഡ് ഇട്ട് പെട്ടെന്ന് കഴുത്തേലും കാലിലും മുറിച്ച് ഡയാലിസിസ് ആരംഭിക്കണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ദിവസം കൂടെ നോക്കിയിട്ട് മതിയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ പറയുമ്പോഴത്തേന് സംഗതി എല്ലാം ആയിക്കഴിഞ്ഞു, ഡയാലിസിസ് ആരംഭിച്ചു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലോട്ട് പോയപ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവരവനെ വസ്ത്രം അഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഹലോ, പുരോഹിതൻ വന്നു. പക്ഷേ ഈ കള്ളന്മാരുമായിട്ട് ഹോസ്പിറ്റലിനൊക്കെ ഷെയർ ഉള്ളതുകൊണ്ട് പുള്ളി മിണ്ടാതെ പോയി. ലേവ്യൻ വന്ന്, പുള്ളിക്കും അല്പം ഷെയർ ഉണ്ട്, പുള്ളി മിണ്ടാതെ പോയി. ശമരിയാക്കാരന് ഷെയർ ഇല്ലാഞ്ഞുകൊണ്ട് പുള്ളി വന്ന് പിടിച്ചെടുത്തോണ്ട്. ഹലോ, നീ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടില്ല. അവൻ്റെ ലക്ഷ്യം നിന്റെ വസ്ത്രം അഴിച്ചു മാറ്റി നിന്നെ ഓപ്പറേഷൻ ചെയ്ത് മുറിവേൽപ്പിച്ച് വിടും. പക്ഷെ നീ ഇന്ന് രാത്രി കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. വഴിയിൽ നിന്റെ നന്മ ദുഷ്ടൻ ചോർത്തിയെടുക്കരുത്. അതൊരു ദൂതായിട്ട് കുറിച്ചു. ഇന്ന് രാത്രി ആ പാവപ്പെട്ടവൻ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്, ഇവിടെ മുഴുവൻ കള്ളന്മാരുടെ ഗുഹകൾ. അത് നമ്മുടെ പണ്ടത്തെ മോഷണം എന്നൊക്കെ പറഞ്ഞാൽ വന്നു കഥക് തല്ലി പൊളിച്ച് അകത്ത് കയറി കിട്ടുന്ന എടുത്തുകൊണ്ട് പോവാം. ഇപ്പോൾ എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി കള്ളന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല മനോഹരമായ പേരിട്ട് നിന്നെ വഞ്ചിച്ച് എവിടെല്ലാം ബോർഡ്. ഞാനിപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ഇവിടുന്ന് 73 കിലോമീറ്റർ സൂപ്പർ സ്പെഷ്യാലിറ്റി, ഇവിടെ 113 കിലോമീറ്റർ സൂപ്പർ സ്പെഷ്യാലിറ്റി, മൊത്തം ബോർഡ് വെച്ചേക്കാം നിന്നെ കൊല്ലാനായിട്ടാണ്. നീ ഇതിനകത്ത് വഴി പട്ടുപോകല്ല. നിനക്കൊരായുസുണ്ട്, നിനക്കൊരാരോഗ്യമുണ്ട്. അത് നടത്താൻ യേശു മതിയായവനാ. അവൻ സൗഖ്യദായകനാ. അവൻ ആരെ ഇന്ന് വരെ നശിപ്പിക്കാത്തവനാ. അവൻ്റെ അടുക്ക വന്നവരാരും നശിച്ചിട്ടില്ല. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് നീയും നിന്റെ കുടുംബവും വഴിയിൽ മുടിയാതിരിപ്പാൻ ഇന്ന് രാത്രി വിളിച്ച ദൈവത്തെ ഭക്തിയോടെ ആരാധിച്ചൊന്ന് പോകുവാൻ സന്തോഷമുള്ളവര് ഈ രാത്രി ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, വാഗ്ദത്ത കനാനിലെത്തുവോളം ഞാൻ വഴിയിൽ പട്ടുപോകാതിരിപ്പാൻ, ഓ ഹല്ലേലൂയ, എൻ്റെ തലമുറകൾ പട്ടുപോകാതിരിപ്പാൻ ഇന്ന് രാത്രി ഒന്നുകൂടെ ചേരുകയാണ്. ഒരു കച്ച ഉടമസ്ഥന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ പിടിപ്പിക്കുന്ന വചനം പോലെ ദൈവത്തോടൊന്ന് പറ്റിയിരിക്കുവാൻ. ഹല്ലേലൂയ. എല്ലാവരും പോകുന്നു കർത്താവേ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്കും പോകാമല്ലോ. അവർ പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? ഞങ്ങൾക്കൊരാശ്രയമുണ്ടെങ്കിൽ നീയാണ്, ഞങ്ങൾക്കൊരു സങ്കേതമുണ്ടെങ്കിൽ നീയാണ്. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊരു ജീവിതമില്ല. അങ്ങനെ സമർപ്പണമുള്ളവരെല്ലാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് പ്രാർത്ഥിച്ചനന്തരം പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ അന്യഭാഷയിൽ തന്നെ ഒന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. ബഹുദൂരത്തൂന്ന് ചിലർ ഓടി ഇന്ന് രാത്രി ഇവിടെ എത്തണം നിന്റെ ആരാധന കേട്ടിട്ട്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, അപ്പാ, ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ ആ മഹത്വം കണ്ടിറങ്ങി ഞങ്ങൾ പട്ടുപോകാതെ ഞങ്ങൾ ആ വാഗ്ദത്ത ദേശത്തെത്തുവോളം അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, വീഴാതെ നിൽക്കുവാൻ നീ കൃപ ചെയ്യണേ. നമുക്ക് ഇന്നത്തെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചേ. അഭിഷേകത്തെ ഒന്ന് പുതുക്കിക്കൊണ്ട്, ആത്മശക്തി ഒന്ന് പുതുക്കിക്കൊണ്ട്, ദൈവകൃപയൊന്ന് പുതുക്കിക്കൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് ദൃഷ്ടാന്തമായത് കിടക്കുമ്പോൾ അവരെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എന്നിലും കേട്ട നിങ്ങളിലും ഒരുപോലെ ദൈവം പ്രസാദിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നല്ല കർത്താവേ, യോശുവയും കാലേബും പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവർ കനാനിൽ പ്രവേശിച്ചു. മറ്റു പലരും മരുഭൂമിയിൽ പട്ടുപോയി. അപ്പാ, ഞങ്ങൾ കാഹളം ധ്വനിക്കുന്നത് വരെ, ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഇമ്പസ്വര കേൾക്കുന്നത് വരെ വീഴാതെ നിൽക്കുവാൻ, താഴാതെ നിൽക്കുവാൻ, തളരാതെ നിൽക്കുവാൻ, ഈ മരുഭൂപ്രയാണത്തിൽ പട്ടുപോകാതെ മഹത്വപൂർണനായ ദൈവത്തിന്റെ തേജസ് കണ്ടുകൊണ്ട് മുൻപോട്ടോടുവാൻ കൃപ ചെയ്യണമേ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗാത്മാവിൽ ശരീരങ്ങൾ വിട്ടുമാറട്ടെ. ദുഷ്ടൻ
കൊട്ടിയടച്ച വഴികൾ തുറക്കട്ടെ. പുരാതന ശൂന്യതകൾ മാറട്ടെ. ഇരുട്ടിന്റെ പോരുകൾ അഴിയട്ടെ. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങളൊക്കെ ഈ ജനത്തെ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ.